ഈ 40 lakh പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെയാ കിട്ടുന്നത്? ഇതൊക്കെ ഫേക്ക് അല്ലേ? ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. ഇതിനുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇത് എന്തുകൊണ്ട് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു എന്നുള്ളത്. എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല കണക്ഷൻ ഉണ്ട്. ഈ MEP ഫീൽഡിലുള്ള എല്ലാ കൺസൾട്ടൻസുമായിട്ട് നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു കമ്പനിയിലേക്ക് റെഫർ ചെയ്യുന്നത് കാൻഡിഡേറ്റിനെ. ആൾക്ക് ഏകദേശം 7 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊരു ദുബായ് ബേസ്ഡ് കമ്പനി ആയിരുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്തു, റെഫർ ചെയ്ത് കൊടുത്തു. ആള് പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആള് ക്രാക്ക് ചെയ്തു. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു 40 lakh പ്ലേസ്മെന്റ് കിട്ടുന്നത്. ഇത് ആക്ച്വലി ഇന്ത്യയിലാണോ അല്ലെങ്കിൽ പുറത്താണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇതൊരു ദുബായ് ബേസ്ഡ് കമ്പനിയിലാണ് ആൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചും അതേപോലെ നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ക്രാക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.